ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൺസ്. സോ ഈ ഒരു സെഷനിൽ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ, അതായത് ഇലക്ട്രോണിക് ഡിവൈസസ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിന് പ്രീവിയസ് ഇയർ ഗേറ്റിന് ചോദിച്ചിട്ടുള്ള ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്, നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the intrinsic carrier concentration of silicon sample at 300 Kelvin. The intrinsic carrier concentration of silicon sample, അതായത് നമ്മുടെ സാമ്പിൾ ഏതാണ്, മെറ്റീരിയൽ ഏതാണ്, സിലിക്കൺ ആണ്, അറ്റ് 300 Kelvin എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂം ടെമ്പറേച്ചർ. സോ റൂം ടെമ്പറേച്ചറിൽ ഇൻട്രിൻസിക് കരിയർ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. എത്രയാണ്? 1.5 into 10⁻16 per meter cube. ഓക്കെ, സോ ഞാൻ ആ വാല്യൂ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാണ്. സോ ഇൻട്രിൻസിക് കരിയർ കോൺസെൻട്രേഷൻ ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ NI. അതിന്റെ വാല്യൂ ആണ് തന്നിരിക്കുന്നത്. വാല്യൂ എന്ന് പറയുന്നത് 1.5 into 10⁻16 per meter cube ആണ്. ദെൻ ഇഫ് ആഫ്റ്റർ ഡോപ്പിംഗ്, ഈ ഒരു മെറ്റീരിയലിനെ നമ്മൾ ഡോപ്പ് ചെയ്യാൻ പോവാണ്. സോ ആഫ്റ്റർ ഡോപ്പിംഗ് ദ നമ്പർ ഓഫ് മെജോറിറ്റി കാരിയേഴ്സ് ഈസ്, നമ്പർ ഓഫ് മെജോറിറ്റി കാരിയർ. ഡോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഡോണറും ആഡ് ചെയ്യാം അല്ലെങ്കിൽ ആക്സെപ്റ്ററും ആഡ് ചെയ്യാം. സോ എനിവേ നമ്മൾ ഡോപ്പിംഗ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ മെജോറിറ്റി കാരിയേഴ്സും ഫോം ചെയ്യും, മൈനോറിറ്റി കാരിയേഴ്സും ഫോം ചെയ്യും. സോ മെജോറിറ്റി കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 5 into 10⁻20 per meter cube ആണ്. സോ ഞാൻ ഡോണേഴ്സ് ആഡ് ചെയ്യുന്ന ഒരു കേസാണ് ഇവിടെ എടുക്കുന്നത്. അതായത് 15th ഗ്രൂപ്പ് പെൻഡാവലന്റ് ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്ന ഒരു കേസായിട്ട് കൺസിഡർ ചെയ്യുകയാണ്. സോ ദ ഡോണർ കോൺസെൻട്രേഷൻ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ദ ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെജോറിറ്റി കാരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് ആയിരിക്കും. ദാറ്റ് ഈസ് N is equal to 5 into 10⁻20 per meter cube. ഓക്കെ, സോ മെജോറിറ്റി കരിയർ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്, കോമ ദ മൈനോറിറ്റി കരിയർ ഡെൻസിറ്റി അല്ലെങ്കിൽ മൈനോറിറ്റി കോൺസെൻട്രേഷൻ ആണ്. സോ ഡോണർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഡോണർ ഇമ്പ്യൂരിറ്റി ആറ്റംസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് വിൽ ബിക്കം ദി മെജോറിറ്റി, സോ ദാറ്റ് ഹോൾസ് വിൽ ബിക്കം ദി മൈനോറിറ്റി. ആ ഹോൾസിന്റെ കോൺസെൻട്രേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഹോൾസിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് P? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡാറ്റാസ് എല്ലാം തന്നിട്ടുണ്ട്. ഇൻട്രിൻസിക് മെറ്റീരിയൽ സിലിക്കൺ, സിലിക്കണിന്റെ കോൺസെൻട്രേഷൻ NIയുടെ വാല്യൂ തന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഡോപ്പ് ചെയ്യാണ്. സോ ഡോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ട്രിൻസിക് മെറ്റീരിയൽ ആയിട്ട് മാറും. അതിൽ മെജോറിറ്റി കാരിയറും മൈനോറിറ്റി കാരിയറും ഫോം ചെയ്യും. മെജോറിറ്റിയുടെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. സോ നമ്മളത് ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ ആയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് എ മൈനോറിറ്റി കാരിയർ കോൺസെൻട്രേഷൻ? അങ്ങനെയാണെങ്കിൽ ഹോളിന്റെ കോൺസെൻട്രേഷൻ എന്ത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാം. സോ നമ്മൾ യൂസ് ചെയ്യേണ്ട ലോ ഏതാണ്? മാസ് ആക്ഷൻ ലോ ആണ് യൂസ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് N into P equal to NI സ്ക്വയർ എന്നുള്ള വളരെ ബേസിക് ആയിട്ട് നമ്മൾ സെമി കണ്ടക്ടർ ഫിസിക്സിൽ, സെമി കണ്ടക്ടേഴ്സിൽ പഠിക്കുന്ന ഈ ഒരു ഇക്വേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. N into P equal to NI സ്ക്വയർ അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. അപ്പൊ ഇതിന്ന് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് P. പിയുടെ വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ P is equal to NI സ്ക്വയർ ബൈ N ആണ്. അപ്പൊ NIയുടെ വാല്യൂ തന്നിട്ടുണ്ട്, Nന്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഡയറക്റ്റ് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ NI സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? NI സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 into 10⁻16 അതിന്റെ സ്ക്വയർ. സോ 1.5 into 10⁻16 അതിന്റെ സ്ക്വയർ NI സ്ക്വയർ ഡിവൈഡഡ് ബൈ N. N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 into 10⁻20. ദാറ്റ് ഈസ് 5 into 10⁻20. ഓക്കെ, സോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഇതിന്റെ ആൻസർ വരുന്നത് 4.5 into, ആൻസർ ഇങ്ങനെയാണ് വരിക, 0.45 into 10⁻12 എന്നാണ് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ വരിക. 0.45 into 10⁻12 അത് കോൺസെൻട്രേഷൻ ആണ്. സോ പെർ മീറ്റർ ക്യൂബ് ആണ് വരിക. സോ പെർ മീറ്റർ ക്യൂബ് ആണ് വരിക. സോ ആ ഒരു ഓപ്ഷൻ ഇതിൽ ഉണ്ടോ നോക്കുക. സോ ആ ഒരു ഓപ്ഷൻ ഇല്ല. 0.45 into 10⁻12 പകരം 4.5 അതിനെ ഇങ്ങനെ എഴുതാം. എങ്ങനെ എഴുതാം? 4.5 into 10⁻11 എന്ന് എഴുതാം. സോ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷൻ എ 4.5 into 10⁻11 per meter cube എന്ന് പറയുന്ന ആൻസർ നമുക്ക് കിട്ടും. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ്. ഓക്കെ, സോ ക്ലിയർ ആണല്ലോ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. മാസ് ആക്ഷൻ ലോ നമ്മൾ യൂസ് ചെയ്ത് ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സോൾവ് ചെയ്യാൻ പറ്റും. അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തൊരു ക്വസ്റ്റ്യൻ, എ ഹെവിലി ഡോപ്ഡ് N-type സെമി കണ്ടക്ടർ ഹാസ് ദി ഫോളോയിങ് ഡാറ്റ. സോ നമുക്ക് കുറച്ച് ഡാറ്റാസ് വന്നിട്ടുണ്ട്, അതിനെ ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ. So N-type semiconductor ആണ്, heavily doped N-type semiconductor has the following data.
ഒരു ഡാറ്റ എന്ന് പറയുന്നത് ഹോൾ ഇലക്ട്രോൺ മൊബിലിറ്റി റേഷ്യോ. ഹോൾ ഇലക്ട്രോൺ മൊബിലിറ്റി റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൊബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂ ആണ്. സോ ഹോൾ ഇലക്ട്രോൺ, ഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂ എച്ച്, ഇലക്ട്രോണിന്റെ മ്യൂ ഇ, അല്ലെങ്കിൽ ഇതിനെ നമ്മൾ ഇങ്ങനെ എഴുതാറുണ്ട് മ്യൂ പി ബൈ മ്യൂ എൻ. ഇതിന്റെ വാല്യൂ ആണ് തന്നിരിക്കുന്നത്. ഹോളിന്റെ മൊബിലിറ്റി ഡിവൈഡ് ബൈ ഇലക്ട്രോണിന്റെ മൊബിലിറ്റി, ആ ഒരു റേഷ്യോയുടെ വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാണ് ഇതിന്റെ വാല്യൂ തന്നിരിക്കുന്നത്? സോ ദിസ് വാല്യൂ ഇസ് 0.4 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ എൻ ടൈപ്പ് ആണ്. സോ എൻ ടൈപ്പ് ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 4.2 × 10⁸ ആറ്റംസ് പെർ മീറ്റർ ക്യൂബ്. ഓക്കെ, സോ ഡോപ്പിംഗ് കോൺസെൻട്രേഷന്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ എൻ ടൈപ്പ് ആണ്. സോ എന്നിന്റെ വാല്യൂ ആണ് തന്നിരിക്കുന്നത്. സോ എന്നിന്റെ വാല്യൂ എന്ന് പറയുന്നത് 4.2 × 10⁸ ആറ്റംസ് പെർ മീറ്റർ ക്യൂബ് എന്നുള്ള വാല്യൂ പെർ മീറ്റർ ക്യൂബ് ആണ്. സോ ആ വാല്യൂ തന്നിട്ടുണ്ട്. ഇൻട്രിൻസിക് കോൺസെൻട്രേഷൻ ക്വസ്റ്റ്യനിൽ തന്ന ഡാറ്റയാണ്. ഇൻട്രിൻസിക് കോൺസെൻട്രേഷൻ ഈസ് ഡിനോട്ടഡ് ബൈ NI. NIയുടെ വാല്യൂ തന്നിട്ടുണ്ട്. സോ NI ഈസ് 1.5 × 10⁴. 1.5 × 10⁴ ആറ്റംസ് പെർ മീറ്റർ ക്യൂബ്. ഓക്കെ, ഇത്രയും ഡാറ്റ അവർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഒരു ഡാറ്റ ഹോളിന്റെ മൊബിലിറ്റി ഡിവൈഡ് ബൈ ഇലക്ട്രോണിന്റെ മൊബിലിറ്റി, അതിന്റെ വാല്യൂ 0.4 ആണ് ഫസ്റ്റ് ഡാറ്റ. ഇത് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ആണ്. ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോണർ ആണ് അവിടെ വരുന്നത്. സോ ഡോണർ കോൺസെൻട്രേഷൻ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് മെജോറിറ്റി കാരിയർ, അതായത് ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ. ദാറ്റ് ഈസ് എന്നിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 4.2 × 10⁸ പെർ മീറ്റർ ക്യൂബ്. ദെൻ ഇൻട്രിൻസിക് കോൺസെൻട്രേഷൻ NIയുടെ വാല്യൂ തന്നിട്ടുണ്ട് 1.5 × 10⁴ ആറ്റംസ് പെർ മീറ്റർ ക്യൂബ്. ഇത്രയും ഡാറ്റ തന്നിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് the ratio of conductance of the n-type semiconductor to that of intrinsic semiconductor of same material and at the same temperature. നമ്മളോട് ചോദിച്ചിരുന്നത് കണ്ടക്ടൻസിന്റെ റേഷ്യോ ആണ്. കണ്ടക്ടൻസ് ഈസ് ഡിനോട്ടഡ് ബൈ സിഗ്മ. ഏതിന്റെ റേഷ്യോ? കണ്ടക്ടൻസ് ഓഫ് എൻ ടൈപ്പ്, ദാറ്റ് ഈസ് സിഗ്മ n ഡിവൈഡഡ് ബൈ ഇൻട്രിൻസിക് കണ്ടക്ടൻസ്, ദാറ്റ് ഈസ് സിഗ്മ I. സോ ഈ ഒരു റേഷ്യോ ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. സോ കണ്ടക്ടൻസ് ഓഫ് ദി എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ടു കണ്ടക്ടൻസ് ഓഫ് ദി ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. സോ നമുക്ക് സിഗ്മ n ബൈ സിഗ്മ I എന്നുള്ള ഒരു വാല്യൂ ആണ് ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഒരു ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ വളരെ സിമ്പിൾ ആണ്. നമുക്ക് സിഗ്മയുടെ ഇക്വേഷൻ ആണ് അറിയേണ്ടത്. സിഗ്മയുടെ കണ്ടക്ടൻസിന്റെ ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് കരിയർ കോൺസെൻട്രേഷൻ ആൻഡ് മൊബിലിറ്റി എന്ന് പറയുന്ന ഒരു ഫോർമുല അറിഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. സോ സിഗ്മ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും സിഗ്മ n ഇക്വേഷൻ എന്താണ്? സിഗ്മ n ഇസ് ഈക്വൽ ടു NQ μn ആണ്. NQ μn ആണ് സിഗ്മ n. ഓക്കെ, ദെൻ സിഗ്മ I എന്ന് പറഞ്ഞാൽ ഇൻട്രിൻസിക് കരിയർ കോൺസെൻട്രേഷൻ ആണ്. ഇൻട്രിൻസിക് എന്ന് പറഞ്ഞാൽ അതിൽ കണ്ടക്ടിവിറ്റി ഈസ് ഡ്യൂ ടു ബോത്ത് ഇലക്ട്രോൺ ആൻഡ് ഹോൾ. സോ സിഗ്മ I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രിൻസിക് കോൺസെൻട്രേഷൻ ഇൻറ്റു ചാർജ്, പിന്നെ അവിടെ മൊബിലിറ്റി ഈസ് ഡ്യൂ ടു ബോത്ത് ഇലക്ട്രോൺ ആൻഡ് ഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ μn + μp വരും. μn + μp ആണ് അവിടെ വരിക. μn + μp. ഓക്കെ, so this is sigma n divided by this is sigma I. Okay, sigma n NQ μn ആണ്. sigma I intrinsic concentration എന്ന് പറഞ്ഞാൽ n ന് വരെ NI ആവും, intrinsic concentration ആവും, Q ചാർജ് ആവും, then μn + μp. ഈ ഒരു റേഷ്യോ ആണ് നമുക്ക് ഇന്ന് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ ഇതിന് ഞാനൊന്ന് സിംപ്ലിഫൈ ചെയ്യാണ്. ഇതിൽ നമുക്ക് കുറച്ച് ടേംസ് ഒക്കെ കട്ട് ചെയ്ത് കളയാം. സോ Q നമുക്ക് ക്യാൻസൽ ചെയ്യാം. then so sigma n by sigma I എന്തായിട്ട് മാറും? sigma n by sigma I. So it will become sigma n by sigma I will become Q cancel ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ n into mu n ആണ് വരിക. So n into mu n divided by ni into mu n plus mu p ആണ് വരിക. mu n plus mu p. അതിൽ ഞാൻ mu n പുറത്തെടുത്തു. So mu n പുറത്തെടുത്തു കഴിഞ്ഞാൽ mu n into mu n ഞാൻ ഡിനോമിനേറ്ററിൽ നിന്ന് mu n ഞാൻ പുറത്തെടുത്തു. സോ mu n into 1 plus mu p by mu n വരും. 1 plus mu p by mu n ബ്രാക്കറ്റിൽ വരും. ഓക്കെ,
സോ മ്യൂ എൻ ഡിനോമിനേറ്ററിൽ നിന്ന് മ്യൂ എൻ പുറത്തെടുത്ത് കഴിഞ്ഞാൽ 1 + μp/μn എന്ന് വരും. ഇനി നമുക്ക് ഈ മ്യൂ എൻ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ സോ ദിസ് വിൽ ബിക്കം n divided by ni into 1 + μp/μn 1 + μp/μn. അപ്പൊ ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡാറ്റ നോക്കുക. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, ni-യുടെ വാല്യൂ തന്നിട്ടുണ്ട്, μp/μn വാല്യൂ 0.4 തന്നിട്ടുണ്ട്. അപ്പൊ ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്നിന്റെ വാല്യൂ 4.2 × 10⁸ 4.2 × 10⁸ ഡിവൈഡഡ് ബൈ ni-യുടെ വാല്യൂ 1.5 × 10⁴ 1.5 × 10⁴ ഇൻറ്റു 1 + μp/μn. μp/μn എത്രയാണ്? 0.4. ക്വസ്റ്റ്യനിൽ തന്ന ഡാറ്റയാണ് 0.4. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ 1 + 0.4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.4 എന്ന് വരും. ഓക്കെ, സോ ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ഫൈനൽ ആൻസർ കിട്ടും. സോ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 2 × 10⁴. സോ യു വിൽ ഗെറ്റ് ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 2 × 20,000 ആണ്. ദാറ്റ് ഈസ് 2 × 10⁴. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. ഓക്കെ, സോ ഒന്ന് ആലോചിച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ കുറച്ച് ലെങ്തി ആണെങ്കിലും വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. തന്ന ഡാറ്റാസ് നിങ്ങൾ എഴുതുക, എന്താണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ള റേഷ്യോ എഴുതുക, അതിന് രണ്ടിൻ്റെയും ഫോർമുല എഴുതുക, അതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ എക്സ്പ്രഷൻ കിട്ടും. തന്ന ഡാറ്റാസ് ആ ഫൈനൽ എക്സ്പ്രഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദി ആൻസർ. സോ ഓപ്ഷൻ ഡി. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് കൂടെ പോവാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the longest wavelength that can be absorbed by silicon which has bandwidth of 1.12 electron volt is 1.1 micrometer. Okay, so silicon semiconductor കേസിലാണ്. സോ അതിന്റെ ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത് 1.12 ഇലക്ട്രോൺ വോൾട്ട് ആണ്. സോ ആ ഒരു സിലിക്കൺ മെറ്റീരിയലിന് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ലോങ്ങസ്റ്റ് വേവ് ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 1.1 മൈക്രോമീറ്റർ ആണ് ഒരു ഡാറ്റ തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇഫ് ദ ലോങ്ങസ്റ്റ് വേവ് ലെങ്ത് ദാറ്റ് ക്യാൻ ബി അബ്സോർബ്ഡ് ബൈ അനദർ മെറ്റീരിയൽ, വേറൊരു മെറ്റീരിയൽ അതിന് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ലോങ്ങസ്റ്റ് വേവ് ലെങ്ത് എന്ന് പറയുന്നത് ഇഫ് ഇറ്റ് ഈസ് 0.87 മൈക്രോമീറ്റർ. സോ 0.87 മൈക്രോമീറ്റർ ആണ് വേറൊരു മെറ്റീരിയലിന് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ഇതിന്റെ ലോങ്ങസ്റ്റ് ഹയസ്റ്റ് വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ മെറ്റീരിയലിന്റെ ബാൻഡ് ഗ്യാപ്പ് എന്താന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ദെൻ ദി ബാൻഡ് ഗ്യാപ്പ് ഓഫ് ദിസ് മെറ്റീരിയൽ ഈസ്, അതാണ് ക്വസ്റ്റ്യൻ. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. നമുക്ക് എനർജി ഗ്യാപ്പ് ഇൻ ടേംസ് ഓഫ് വേവ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഡയറക്റ്റ് ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഫോർമുലയിൽ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ ദ എക്സ്പ്രഷൻ ഫോർ എനർജി ഗ്യാപ്പ് EG ഇസ് ഈക്വൽ ടു ഫോർമുല എന്താണ്? 1.24 ഡിവൈഡഡ് ബൈ വേവ് ലെങ്ത് ലാംഡ എക്സ്പ്രസ് ഇറ്റ് ഇൻ മൈക്രോമീറ്റർ. That is 1.24 divided by lambda in micrometer. That much electron volt ആണ് വരിക. അത്രയും ഇലക്ട്രോൺ വോൾട്ട്, എനർജി ഗ്യാപ്പിന്റെ യൂണിറ്റ് ഇലക്ട്രോൺ വോൾട്ട്. സോ ഇതാണ് ഫോർമുല. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ലോങ്ങസ്റ്റ് വേവ് ലെങ്ത് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന എത്രയാണ്? 0.87 മൈക്രോമീറ്റർ ആണ്. ആ കേസിലുള്ള വേവ് ലെങ്ത് ആ കേസിലുള്ള ബാൻഡ് ഗ്യാപ്പ് എന്ത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ഈ ഒരു ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ എനർജി ഗ്യാപ്പ് EG is equal to 1.24 ഡിവൈഡഡ് ബൈ ഏത് കേസിലുള്ള നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? 0.87 മൈക്രോമീറ്റർ വേവ് ലെങ്ത് ആവുന്ന കേസിൽ. സോ വേവ് ലെങ്ത് ലാംഡ എക്സ്പ്രസ് ഇറ്റ് ഇൻ മൈക്രോമീറ്റർ. സോ 0.87 എന്നുള്ളത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 0.87 ഇത്രയും ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും എനർജി ഗ്യാപ്പ്. സോ 1.24 ഡിവൈഡഡ് ബൈ 0.87 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ. ഓക്കെ, ഇതുപോലെ നിങ്ങൾക്ക് വേറെ വേവ് ലെങ്ത് തന്നാലും എന്താണോ തന്നിരിക്കുന്ന ഹയസ്റ്റ് വേവ് ലെങ്ത് അത് നിങ്ങൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അത് മൈക്രോമീറ്ററിലായിരിക്കണം. ഇനി മൈക്രോമീറ്ററിലല്ല ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നതെങ്കിൽ അതിനെ മൈക്രോമീറ്ററിലേക്ക് മാറ്റി ആ ലാംഡ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദി എനർജി ഗ്യാപ്പ്. സോ ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഓപ്ഷൻ എ, 1.416 ഇലക്ട്രോൺ വോൾട്ട്. ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ആൻസർ കിട്ടും? ഫസ്റ്റ് ഓപ്ഷൻ എ ആൻസർ ആയിട്ട് കിട്ടും. ക്ലിയർ ആണല്ലോ? ഓക്കെ, സോ നമ്മൾ ഈ ഒരു സെഷനിൽ
സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ എന്നുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ഗേറ്റ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ഡീറ്റെയിൽഡ് സൊല്യൂഷനാണ് നോക്കിയത്. സോ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ ഇതുപോലത്തെ സെഷനുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ താങ്ക് യു.